ഒരാൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് അയാളെ എഴുന്നേൽപ്പിച്ച് ആ സ്ഥാനത്ത് മറ്റൊരാൾ വന്നിരിക്കുക അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അന്നഹു നഹാ അൻ യുഖാമ അർ-റജുലു മിൻ മജ്ലിസിഹി, ഒരാൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ചിട്ട് മറ്റൊരാൾ അവിടെ ഇരിക്കുന്നത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചതാണ്. മറിച്ച് അവിടെ ചെയ്യേണ്ടത് വലാകിൻ തഫസ്സഹു വതവസ്സഉ, നിങ്ങളവിടെ വിശാലത ചെയ്യുകയാണ് വേണ്ടത്. തന്റെ സുഹൃത്തിനെയും കൂടെ അവിടെ ഇരുത്താനുള്ള വഴി എന്താണ്? അതിനുള്ള മാർഗം എന്താണ്? ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇങ്ങനെ ചെയ്യുകയാണ് വേണ്ടത്. ഇത് പാടില്ലാത്തതാണ്. ഇമാം മുസ്ലിം റഹിമഹുല്ലയും ഇതേ വിഷയത്തിൽ കൊണ്ടുവന്ന അധ്യായങ്ങളുണ്ട്. ബാബു തഹ്രീമി ഇഖാമത്തിൽ ഇൻസാനി മിൻ മൗദിഇഹിൽ മുബാഹിൽ ലദീ സബഖ ഇലൈഹി, ഒരാള് നേരത്തെ വന്ന് ഇടം പിടിച്ച ഇരിപ്പിടത്തിൽ നിന്ന് മറ്റൊരാള് പിന്നിൽ വന്ന ആളാണ്, നേരം വൈകി വന്ന ആളാണ്, അയാളെ അവിടുന്ന് എഴുന്നേൽപ്പിച്ചിട്ട് ഒരാളവിടെ മറ്റൊരാളവിടെ ഇരിക്കുന്നത് ഹറാമാണ്, അത് നിഷിദ്ധമാണ് എന്നതിനെ കുറിച്ച് മഹാനായ ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് സ്വഹീഹുൽ മുസ്ലിമിൽ അധ്യായം കൊണ്ടുവരികയാണ്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാരണവന്മാര് ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ പറഞ്ഞ ഹാജിമാര് ശ്രദ്ധിക്കേണ്ടത്. പള്ളിയിലേക്ക് നേരം വൈകി വന്നിട്ട് അവിടെ അവ്വല് സഫിൽ ഏതെങ്കിലും കുട്ടികൾ ഇടം പിടിച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ചെറുപ്പക്കാരി അവിടെ ഇരിക്കുന്നുണ്ട്, ഇതെന്റെ സ്ഥലമാണ്, എല്ലാ വെള്ളിയാഴ്ചയും ഞാനാണ് ഇവിടെ ഇരിക്കാറുള്ളത് എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ എഴുന്നേൽപ്പിക്കേണ്ടതില്ല. ഓ ഹാജിമാരെ, അങ്ങനെ ഇരിക്കുന്ന കാരണവന്മാരുണ്ടോ? അവിടെ വന്നിരുന്ന നാട്ടിലെ ചെറുപ്പക്കാരെ എഴുന്നേൽപ്പിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല. അത് പള്ളി പ്രസിഡന്റ് ആയാലും ശരി, അത് പള്ളിയുടെ സെക്രട്ടറി ആയാലും ശരി, പള്ളിയിലെ എത്ര വലിയ ഉത്തരവാദിത്തപ്പെട്ട ആളായാലും ശരി, ഒരാൾ ഇരുന്നിടത്ത് അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ച് മറ്റൊരാൾക്ക് ഇരിക്കാനുള്ള അധികാരം ശറഅ് നൽകുന്നേ ഇല്ല. അത് ചെയ്യാൻ പാടില്ല. ആ സ്ഥലത്തോട് ഏറ്റവും അഹക്കായ ആൾ, ഏറ്റവും ബന്ധപ്പെട്ട ആൾ അവിടെ നേരത്തെ ആദ്യം ഇരുന്ന ആള് തന്നെയാണ്. ഇനി അതേസമയം ഹാജിയാര് കയറി വന്നപ്പോ ഒരാളങ്ങ് എഴുന്നേറ്റ് കൊടുത്തു, ദാ ഇവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവിടെ ഇരിക്കുന്നതിന് തെറ്റില്ല, അതിന് കുഴപ്പമില്ല. എഴുന്നേൽപ്പിക്കാൻ പാടില്ല. ചില നാട്ടിലൊക്കെ ഉണ്ടാവും പെരുന്നാളിന് കുട്ടികൾ, നമ്മളെ മക്കൾ എന്ത് ചെയ്യും, നേരത്തെ തന്നെ കുളിച്ചു മാറ്റി അവര് പള്ളിയിലെത്തും. എന്നിട്ട് അവരെങ്ങനെ തക്ബീർ ചൊല്ലും. എന്നിട്ട് ഈ 8 മണിക്കാണ് നിസ്കാരെങ്കിൽ 7:55 വരുന്ന ചില കാരണവന്മാരുണ്ടാവും. ഇവരിങ്ങോട്ട് കുളിച്ചു ഒരുങ്ങി പുറപ്പെട്ട് ഇങ്ങോട്ട് എത്തിയിട്ട് ഈ കുട്ടികളിങ്ങനെ 1-ാം സഫ് തന്നെ ഇരുന്ന് അവിടെ ഇതുവരെ തക്ബീർ ഇല്ലതാണ്. എന്നിട്ട് ഈ ഹാജിയന്മാർ ഇങ്ങോട്ട് വന്നിട്ട് കുട്ടികളൊക്കെ ബേക്കോട്ട്, കുട്ടികളെ പിന്നിൽ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മാറ്റും. അങ്ങനെ മാറ്റേണ്ടതില്ല. അതേസമയം സ്വഫ് കെട്ടുന്ന സമയത്ത് എങ്ങനെ സ്വഫ് കെട്ടണം എന്ന് മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. ഫത്ഹുൽ മുഈനിൽ കാണാം, ഇമാമിന്റെ തൊട്ടു പിന്നിൽ പുരുഷന്മാര് സ്വഫ് കെട്ടണം. പിന്നെ സുമ്മ സുബിയാൻ, പിന്നെ കുട്ടികളാണ് സ്വഫ് കെട്ടേണ്ടത്. എന്നിട്ട് അവിടെ പറഞ്ഞു, വലായു അഖറു സിബിയാനു, കുട്ടികളെ പിന്നിലേക്ക് പറഞ്ഞു വിടേണ്ടതില്ല. ലിൽ ബാലിഗീന, പ്രായപൂർത്തിയായ ആളുകൾക്ക് മുന്നിൽ നിൽക്കാൻ വേണ്ടി കുട്ടികളെ പിന്നിലേക്ക് അയക്കേണ്ടതില്ല. ലിത്തിഹാദി ജിൻസിഹിം, മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുഈനിൽ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് കുട്ടികളെ പിന്നിലാക്കേണ്ട ആവശ്യമില്ല. ആ മക്കള് അല്ലെങ്കിൽ നേരത്തെ വന്നവിടെ സീറ്റ് പിടിച്ച ആളുടെ അവകാശമാണ് ആ സീറ്റ് എന്നത്. എന്നാൽ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകണം. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖീല ലക്കും തഫസ്സഹൂ ഫിൽ മജാലിസി യഫസ്സഹൂ യഫ്സഹില്ലാഹു ലക്കും, നിങ്ങളൊന്ന് വിശാലത ചെയ്യാൻ വേണ്ടി പറയപ്പെട്ടാൽ അവിടെ വിശാലത ചെയ്യേണ്ടവരാണ്. സദസ്സിൽ പാലിച്ചിരിക്കേണ്ട ആദാബുകൾ ധാരാളമുണ്ട്. വെള്ളിയാഴ്ചകളിൽ മജ്‌ലിസിൽ പാലിക്കേണ്ട ഖുതുബക്ക് വേണ്ടി വന്നിരിക്കുന്ന ആളുകളിൽ
അവരിൽ പാലിക്കേണ്ട മര്യാദകളുണ്ട്. അതുകൊണ്ടല്ലേ കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് പറഞ്ഞിട്ടില്ലേ, വെള്ളിയാഴ്ച ഖുതുബയോദാൻ ഖുതുബ കേൾക്കാൻ വന്നിരിക്കുന്ന ആളുകൾ അവരുടെ പിരടി ചാടിക്കടന്നു മുന്നോട്ട് പോകൽ ഹറാമാണ്. ഖുതുബ കേൾക്കാൻ വേണ്ടി ആ ആളുകൾ വന്നിരിക്കുകയാണ്. ഒരാൾ ആ സൊഫൊക്കെ സൊഫുകൾ മുറിച്ച് കടന്ന് മറ്റുള്ളവരുടെ പിരടി ചാടിക്കടന്ന് മുന്നോട്ട് പോകൽ ഹറാമാണ്. ഇത് ശാഫിഈ മദ്ഹബിലെ സർവ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇയ്യാക വതഖത്തീരി ഖാബിന്നാസി യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം ജനങ്ങളുടെ പരടി ചാടിക്കടന്നിട്ട് ജുമുഅയ്ക്ക് പോകുന്നത് ജനങ്ങളെ പരടി ചാടിക്കടന്ന് സൊഫ് മുറിച്ച് കടന്ന് മുന്നോട്ട് പോകുന്നത് സൂക്ഷിക്കണേ. വജ്ലിസ് ഹൈസു തബ്ലുഗൽ ജുമുഅ, ജുമുഅയ്ക്ക് നീ എവിടെയാണോ സൊഫിലെത്തിയത് അവിടെ ഇരിക്കണേ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ജുമുഅയ്ക്ക് എവിടെയാണോ പള്ളിയിൽ എത്തിയത് ഒരു സദസ്സിന്റെ മര്യാദയിൽപ്പെട്ടതാണ്. ഒരു സദസ്സിലേക്ക് ഈ സദസ്സിക്ക് ഒരാൾ ഇങ്ങനെ കയറി വന്നു. അപ്പോ സദസ്സിങ്ങനെ എത്തി നിൽക്കുന്ന ആളുകൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരിക്കുക എന്നുള്ളത് സദസ്സിന്റെ മര്യാദയാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളൊരു വലിയ ആളായിട്ട് എന്ത് ചെയ്യാ, മുന്നോട്ടായിട്ട് കയറി പോവാ, അത് അതിന്റെ മര്യാദ അല്ല. എന്നാൽ ചില ആളുകൾക്ക് മുന്നിലേക്ക് വരേണ്ടി വരും. ഉദാഹരണത്തിന് പറയാം, ഒരാൾ ഒരു സദസ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്, ആ സദസ്സിൽ വയല് പറയേണ്ട ഉസ്താദ് വരുന്നുണ്ട്. അപ്പോ എന്തായാലും അയാൾക്ക് മുന്നോട്ട് പോയാൽ അയാൾ എത്തിയോടത്ത് വയൽ പറയാൻ കഴിയില്ലല്ലോ. അങ്ങനത്തെ ഒരു സാഹചര്യം അല്ല. അല്ലാതെ സദസ് എവിടെയാണോ എത്തി നിൽക്കുന്നത്, ആളുകൾ എവിടെയാണോ എത്തി നിൽക്കുന്നത് അവിടെ ഇരിക്കുക എന്നതാണ് ഏറ്റവും മര്യാദ. അങ്ങനെ ധാരാളം മര്യാദകൾ സദസ്സിൽ പാലിക്കേണ്ടതുണ്ട്. ജനസാന്നിധ്യത്തിൽ അനവധി മര്യാദകൾ പാലിക്കേണ്ടതുണ്ട്.